പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ നടന്ന ചിത്രാ പൗർണമി ഉത്സവം 10,000ങ്ങൾക്ക് ദർശന പുണ്യമായി. ചിത്രാ പൗർണമി നാളിൽ മാത്രം തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് പുലർച്ചെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് ഉത്സവം നടത്തിയത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് പൂജകൾ നടന്നു. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. സംയുക്തമായാണ് ചിത്രാ പൗർണമി ഉത്സവം നടത്തിയത്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വം നടന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നേതൃത്വം നൽകി. കുമളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കയറ്റിവിട്ടത്. ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യം, പ്രത്യേക പാസ് നൽകി, വാഹന സൗകര്യം, മലയാളത്തിലും തമിഴിലും ദിശാ സൂചനാ ബോർഡുകൾ, മൈക്ക് അനൗൺസ്മെന്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം, അസ്കലേറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റും പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മെഡിക്കൽ ആംബുലൻസ് സൗകര്യത്തോടുകൂടിയ 4 മെഡിക്കൽ സംഘങ്ങളെയും കൊക്കരക്കണ്ടം, കരടിക്കവല, ഭ്രാന്തിപ്പാറ, ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലും ആരോഗ്യവകുപ്പ് വിന്യസിച്ചിരുന്നു. ഒരു ദിവസം കിട്ടുന്ന ഒരു അവസരം അത് ഭക്തിയോടെ ചെയ്ത് തീർക്കാൻ സാധിക്കാതെ അത് പിടിച്ചു പറിച്ച് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് ഇവിടെ ഞങ്ങൾ അനുഭവപ്പെട്ടിട്ട് நிற்கியான. இதற்கு ஒரு முறை சித்ரா பௌர்ணமி முழு நிலவு அன்று மட்டுமே இங்கு தரிசனத்திற்காக பொதுமக்கள் அனுமதிக்கப்படுகிறார்கள். அப்போது வந்து எல்லோரும் இங்கு வழங்கி செல்கிறார்கள். ஓங்குக கண்ணகியின் புகழ், வளர்க நம் மூதாதை, தமிழ் வாழ்க. കുമളി, വണ്ടിപ്പെരിയാർ എന്നീ PHSകളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കാൻ അഗ്നിരക്ഷാ സേനയുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി.